ഹായ് മക്കളെ, ഏക്കെയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു വലിയൊരു എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ ഓണപരീക്ഷയായിരിക്കും. നിങ്ങളിപ്പോൾ 8-ലെത്തിയിട്ടുണ്ടല്ലോ. സോ 8-ലെത്തുമ്പോൾ നമ്മൾ 7 പഠിച്ചതുപോലെ അല്ലല്ലോ. ബേസിക് സയൻസ് 3 എണ്ണം ഉണ്ട് അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത് 3ഉം കൂടി എങ്ങനെ ഒരുമിച്ച് പഠിക്കാം? ഇത് 3 കൂടി പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക? അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും, അതായത് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും എത്ര മാർക്ക് വീതം ഉണ്ടാവുക എന്നൊക്കെ പല കുട്ടിയും കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ടെൻഷൻ അടിക്കേണ്ട. ഏകനിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് അതാത് സമയത്ത് വീഡിയോസ് വരും. അതിലൊരു വീഡിയോ ആണ് ഇത്. ക്ലിയർ ആണല്ലോ? സോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടിയാണ്. സോ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ഈ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫിസിക്സിനെ കുറിച്ചാണ്. ഞാൻ ഫിസിക്സ് ടീച്ചറാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഫിസിക്സിൽ നമുക്ക് 13 മുതൽ 14 വരെ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. സോ ഈ ഒരു മാർക്ക് നമ്മൾ മുഴുവനായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ വെറും ഒരു 18 ടോപ്പിക് പഠിച്ചാൽ മതി. 18 ടോപ്പിക് പഠിച്ചാൽ മതി. 2 ചാപ്റ്റർ അല്ല നമുക്ക് പഠിക്കാനുള്ളത്. ചെറിയ മാറ്റമുണ്ട്, 2.5 ചാപ്റ്റർ വരും. ഓക്കെ, അതായത് ഓണപരീക്ഷ എന്ന് പറയുമ്പോൾ സാധാരണ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ഒരു ഓഗസ്റ്റിലാണോ വരുന്നത്. ഇപ്പം അതല്ല, കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ശരിയല്ലേ? സോ നമുക്ക് മുന്നോട്ടേക്ക് കിടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ടോപ്പിക്ക് നമുക്ക് മുന്നോട്ടേക്ക് തീർക്കേണ്ടതുണ്ട്. സോ ആ രീതിയിലായിരിക്കും എക്സാം വരിക. സോ ടൈം ടേബിളിൽ അതേപോലെ സിലബസിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകും കേട്ടോ. നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് സംസാരിക്കാം. ആ ചാപ്റ്ററിൻ്റെ പേരാണ് യൂണിറ്റ് മെഷർമെൻറ്റ്സ്, അല്ലെങ്കിൽ അളവുകളും യൂണിറ്റുകളും. നിങ്ങൾ ഒന്നാമത്തെ പഠിക്കേണ്ടത് എന്താണ് അളവുകൾ, എന്താണ് യൂണിറ്റ്. ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. വേണ്ടേ? കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ, മാസിനെ പറ്റി പഠിക്കണം, മാസ്. കൂടാതെ ലെങ്ത്ത്, അതായത് നീളത്തെ പറ്റി പഠിക്കണം. ശരിയല്ലേ? പിന്നെ ടൈം, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞ കൂടത്തെ നിങ്ങൾ വോളിയത്തെ പറ്റി, അതായത് വ്യാപ്തം, പിന്നെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി, ഇവയെ പറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമാണ് എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് എന്താണ്, ഡിറൈവ്ഡ് യൂണിറ്റ് അഥവാ വ്യുൽപ്പന്ന യൂണിറ്റ്, ഇതും പഠിക്കണം. ക്ലിയർ ആണല്ലോ? ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ക്ലിയർ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ടെക്നിക്ക്, ട്രിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതായത് കർവ്ഡ് ലൈനിൻ്റെ നീളം അളക്കുന്നത് എങ്ങനെയാണ്, ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് എ സ്പിയർ അത് അളക്കുന്നത് എങ്ങനെയാണ്. കൂടാതെ നിങ്ങൾക്ക് ഒരു ഒരു പേപ്പറിൻ്റെ തിക്നെസ് അളക്കുന്ന ഒരു പ്രോബ്ലം, അതേപോലെ തന്നെ ഒരു ഇലയുടെ ഏരിയ അല്ലെങ്കിൽ വോളിയം ഓഫ് ഒരു ഇലയുടെ വിസ്തീർണം അളക്കുന്ന ഭാഗം, അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തിൽ, ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനമായി വരുന്ന ഭാഗമാണ് ഏത്? ഒരു യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ എഴുതാം. 10 നിയമങ്ങളുണ്ട് അല്ലേ? ആ 10 നിയമവും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പാണ്, മസ്റ്റായിട്ട് കിട്ടും. പിന്നെ ഒറ്റകളോട് പഠിക്കാനുള്ളൂ. നമ്മൾ നീളത്തിലൊരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. നീളം അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ഓർഡർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായി ഒന്ന് എഴുതിയെടുക്കുക. വീഡിയോ കണ്ടൊന്ന് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കി എഴുതിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മോഷൻ അല്ലേ? ഈ മോഷൻ അല്ലെങ്കിൽ ചലനം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മോഷനിലെ, ചലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ആയിട്ട് വൺ ഷോട്ടായിട്ട് ഞാൻ വരുന്നുണ്ട്. സോ എല്ലാവരും ഫ്രണ്ട്സിനോട് പറഞ്ഞ് നാളെ വരണം കേട്ടോ. സെറ്റല്ലേ? ഇവിടെ നമുക്ക് ഫുള്ള് കമ്പാരിസൺ ആണ്. എന്തൊക്കെയാണ് ചോദിക്കുന്നത് വെച്ചാൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ദൂരവും സ്ഥാനാന്തരവും, അതേപോലെ വെലോസിറ്റി ആൻഡ് സ്പീഡ്, വേഗതയും പ്രവേഗവും, ആക്സലേഷൻ, റിട്ടാർഡേഷൻ, ത്വരണവും മന്ദീകരണവും. ഇത് കൃത്യമായിട്ട്. പിന്നെ നോൺ യൂണിഫോം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, സമവേഗത അല്ലെ സമപ്രവേഗം, അസമപ്രവേഗം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യം പഠിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ വെക്ടേഴ്സ് ആൻഡ് സ്കേലാർ, സദിശ അളവും അദിശ അളവും, ഇത് മാത്രം ഇവിടെ പഠിക്കാനുള്ളൂ. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ, ആ ചാപ്റ്ററാണ് നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യം പഠിക്കാനുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ പഠിക്കേണ്ടത് എവിടെ വരെയാണെന്ന് പല കുട്ടിക്കും അറിയില്ല. നമ്മളിത് പറയാൻ പോവുകയാണ്. ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഈ ബലത്തെ പറ്റി ഒരുപാട് കാര്യം സംസാരിക്കും. ഒന്നാമത്തെ കാര്യം
കോണ്ടാക്റ്റ് ഫോഴ്സ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. നമ്മളൊരു വസ്തുവിനെ ഇങ്ങനെ തൊട്ടിട്ടെടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, അത് സമ്പർക്കം നടത്തി, കോണ്ടാക്റ്റ് നടത്തി എന്ന് പറയാം അല്ലേ. പക്ഷെ അതേ സമയത്ത് ഒരു കാന്തം ഒരു വസ്തുവിനെ ആകർഷിക്കുമ്പോൾ അവിടെ കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോണ്ടാക്റ്റ് ആൻഡ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ, ഘർഷണം. ഈ ഘർഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലും പഠിക്കും കേട്ടോ. പക്ഷേ അതിൻ്റെ തുടക്കമാണ് ഈ ചാപ്റ്ററിൽ. ഫ്രിക്ഷൻ എന്താണ്, അതായത് ഘർഷണം എന്താണ്. കൈ ഇങ്ങനെ ഉരച്ച് നോക്കിയേ, ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ലേ? സോ അങ്ങനെ ചൂട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചൂടുണ്ടാകുന്ന സമയത്ത്, ഘർഷണം ഉണ്ടാകുന്ന സമയത്ത് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കാനുണ്ട്. രസമുള്ള കാര്യങ്ങളാണ്. തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഇത്രയും ഭാഗമാണ് പഠിക്കാനുണ്ടാവുക. സോ നമുക്ക് ഭംഗിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളതെന്ന് മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എവിടെ വരെ പഠിക്കണം എന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ടും ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നാളെ ലൈവ് ഉണ്ട്, കൃത്യം 7 മണിക്കാണ്, മറക്കരുത്. എല്ലാവരും വരണം, ഫ്രണ്ട്സിനോട് പറയണം. തകർത്ത് അടിപൊളിയായിട്ട് പഠിക്കേണ്ട നമുക്ക്. ഓക്കെ ആണല്ലോ? സോ നന്നായിട്ട് പഠിക്കാം. നാളെ കാണാം. ബൈ.